പ്യുവർ കോട്ടൺ കളക്ഷൻസ് ആണ്. നല്ല എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന വർക്ക് വെയർ ആയിട്ടും നമുക്ക് അല്ലാതെ നമുക്കൊരു ഫംഗ്ഷനും ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആണ് വന്നിരിക്കുന്നത്. മൾട്ടി കളറിൽ നല്ല പാറ്റേണിലാണ് സാരിയുടെ ബോഡിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. സ്ക്വയർ പാറ്റേണിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളറിലെ ബ്ലൗസ് നമുക്ക് ഇതിനോട് ഡ്രേപ്പ് ചെയ്യാം. കാരണം മിക്കവാറും ബ്ലൗസ് നമ്മുടെ കയ്യിൽ കാണും. വൈറ്റും നല്ലൊരു ഓപ്ഷനാണ് സാരിക്ക്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരുന്ന സാരി വിത്ത് സിമ്പിൾ ബോർഡർ. ത്രൂ ഔട്ട് ദ സാരി ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. പ്യുവർ സോഫ്റ്റ് കോട്ടൺ ആണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത്. ഈ ഒരു സാരിയുടെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ലുക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. ഒരു ഓഫ് വൈറ്റ്, ബോട്ടിൽ ഗ്രീൻ, മെറൂൺ, റെഡിഷ് മെറൂൺ ആ ഒരു ടോണിലായിരിക്കും സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. ഒരു 1 ഇഞ്ച് ബോർഡർ വരുന്നത് വൈറ്റിലാണ് ബോർഡർ വരുന്നത്. സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് സാരിയുടെ മുന്താണി. പ്യുവർ കോട്ടൺ തന്നെ ഫാബ്രിക് വരുന്നത്. പാറ്റേണും ഡിസൈൻ എല്ലാം മാറിയിട്ടുണ്ട്. ഇത് വരുന്ന നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂവും ഡീപ്പസ്റ്റ് മെറൂണും കൂടിയുള്ള കോമ്പിനേഷനാണ്. വെർട്ടിക്കൽ ലൈൻ പാറ്റേൺ ആണ്. ആ ഒരു ബ്ലൂവിൽ മെറൂൺ ലൈൻസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് വിത്തൗട്ട് ബോർഡർ. മെറൂണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ബ്ലൂവിലായിരിക്കും കേട്ടോ. ബോഡി കളറിലുള്ള ബ്ലൂവിലുള്ള നല്ല പാറ്റേണിലാണ്. ബ്ലൂ ആൻഡ് ബ്ലാക്കിലാണ് ടാസിൽസ് വരുന്നത്. ലാസ്റ്റ് സാരിയെ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത്. പീകോക്ക് ബ്ലൂ ആണ്. അതിൽ സിൽവറിലാണ് തിൻ ലൈൻസ് ആണ് സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ ആണ് സാരി വരുന്നത്. റണ്ണിങ് പല്ലു വിത്ത് ടാസിൽസ്. ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ്.